ഐറസ് ഡയറിയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ക്രോഷ്യ ചെയ്യുന്നൊരു സംഭവമായിട്ടൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ക്രോഷ്യങ്. സ്റ്റാർട്ട് ചെയ്തത് ഒരു മാസം 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം എൻ്റെ ഫസ്റ്റ് അവർ ക്രോഷ്യാണിത്. ഞാൻ കുറേ സമയം എടുത്ത് ചെയ്തതാണ്. ഫസ്റ്റ് അവറാണ്. എനിക്കിവിടെ ഒരു നെയ്ബറുണ്ട്, അവൾ പഠിപ്പിച്ചു തന്നതാണ് എങ്ങനെയാണ് ഈ ക്രോഷ്യ ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വെച്ചിട്ടാണ് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് എന്തായാലും വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ദിസ് ഈസ് മൈ ഫസ്റ്റ് എവർ ക്രോഷ്യ. ഇതിന് എനിക്ക് ഒരു 1 day ടുക്ക് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഫസ്റ്റ് അവറാണ്. സാധാരണ ഇതൊക്കെ ഉണ്ടാക്കാൻ 1 മണിക്കൂർ പോലും വേണ്ടിയിട്ടുണ്ടാവും. ഫസ്റ്റ് അവർ ക്രോഷ്യ ആയതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ഇരുന്ന് ചെയ്തത്. ഓരോ വട്ടം ഇതിങ്ങനെ ചെയ്യുമ്പം ഇതൊക്കെ ഈ മാജിക് റിങ്ങൊക്കെ ചെയ്യുമ്പോഴല്ലോ അതെനിക്ക് തീരെ പറ്റുന്നില്ല. ഇപ്പം ഞാൻ കുറേ ഇങ്ങനെ ചുറ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പറ്റിച്ചത്. അപ്പം നല്ല പാടാണ്. ഇത് എൻ്റെ ഫസ്റ്റ് എവർ ക്രോഷ്യ. ഇതാണ് എൻ്റെ സെക്കൻഡ് എവർ ക്രോഷ്യ. ഇതാണ് ഏറ്റവും വലുത്. പിന്നെ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ക്രോഷ്യ. ഇത് ഭയങ്കര വലുപ്പമുള്ള ക്രോഷ്യ ആയിരുന്നു. ഇത് ടേബിൾസിലൊക്കെ അന്ന് തന്നെ എൻ്റെ ഈ യാണ് തീർന്നു. ഈ യാണ് എൻ്റെ ഫ്രണ്ട് തന്നതാണ്, അപ്പുറത്തെ ഫ്രണ്ട് തന്നതാണ് ഈ യാൺസൊക്കെ. ഇത് ചെയ്യാൻ ഫോർ എവർ എനിക്ക് ടുക്ക് ചെയ്തായിരുന്നു. ഇത് ചെയ്യാനായിട്ട് ഞാൻ ആക്ച്വലി പറഞ്ഞ 5 days എടുത്തു. 5 days ഗൈസ്. ബിക്കോസ് ഓഫ് എനിക്ക് അധികം ടൈം കിട്ടില്ല. ഉള്ള ടൈമൊക്കെ ഞാൻ ഫോണിൽ കാണുന്നിരിക്കും. പിന്നെ കുറേയൊക്കെ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് സമയം കിട്ടില്ല ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ചെയ്ത് വെച്ചതാണ് ഈ ക്രോഷ്യ. ഇപ്പം എൻ്റെ കയ്യിൽ ആകെ കുറച്ച് യാണെണ്ണം, കുറച്ചധികം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തീർന്നപ്പം അമ്മ പുതിയ യാൺസ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് മേടിച്ചത് ഈ യാണാണ്. ഇതൊക്കെ ഞാൻ കോട്ടൻ്റെ യാണ് ഉപയോഗിക്കാറ്. അക്ലറിക്കാണ് ഏറ്റവും അടിപൊളിയാണ്. ബട്ട് എനിക്കത് കിട്ടിയില്ല. എൻ്റെ അമ്മ പോയി മേടിച്ചു. അപ്പോൾ അമ്മയ്ക്ക് അറിയില്ല. അപ്പോൾ അമ്മ കോട്ടൺ യാണ് മേടിച്ചു. ഈ ബ്ലൂവും പിന്നെ ഈ പിങ്ക്, ഒരു ഡാർക്ക് പിങ്ക്, ഇത്രയ്ക്ക് ഡാർക്ക് പാടില്ലായിരുന്നു. പിന്നെ ഒരു കളർ മേടിച്ചു. പിന്നെ ഈ ഒരു ആഷ് കളറ്. ഇനി ഹുക്സിൻ്റെ കാര്യമെല്ലാം ഇട്ട് കിടക്കാം. ഹുക്കാണ് എനിക്ക് ഏറ്റവും അടിപൊളി കാര്യങ്ങൾ. ഭയങ്കര വിറ്റാണ് കേട്ടോ ഹുക്ക്. അപ്പോൾ ഈ ഹുക്സും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ഞാനൊരു പൗച്ചുണ്ടാവും എനിക്ക്. അപ്പോൾ ഇതൊരു വലിയ കഥയായിട്ടിരുന്ന് എടുത്തതായി. ഈ പൗച്ചാണ് എൻ്റെ ഹുക്കും കാര്യങ്ങളൊക്കെ ഇടുന്നൊരു പൗച്ച്. ഈ ഒരു സംഭവത്തിൽ കുറച്ച് അടിപൊളി സംഭവമാണ്. ഇതല്ല അല്ലേ, ഇത് കേട്ടോ. ഞാൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, ബട്ട് കംപ്ലീറ്റ് ചെയ്തില്ല ഗൈസ്. കംപ്ലീറ്റ് ചെയ്യാതെ അതിൻ്റെ പകുതി വെച്ചിട്ട് അങ്ങോട്ട് പോയിട്ടോ. ഭയങ്കര കുഞ്ഞ സാധനമാണ്. പകുതി വെച്ച് പോയി. ഇത്രയും ചെയ്തു, പകുതി വെച്ചിട്ട് പോയി. പിന്നെ ഒന്നും കൂടി ചെയ്തു ഇല്ല. നമുക്ക് ഹുക്കിലോട്ട് കിടക്കാം. ഫസ്റ്റ് അമ്മ എല്ലാ യാണും ഹുക്കും കൂടി അമ്മ ഒരുമിച്ചിട്ടാണ് മേടിച്ചത്. അപ്പം അമ്മ അങ്ങനത്തെ ഹുക്സാണ് മേടിച്ചത്. ഇത് വെച്ച് എനിക്ക് പറ്റൂല. അമ്മ അങ്ങനത്തെ എത്ര മേടിച്ചു? അങ്ങനത്തെ 3 മേടിച്ചു. 4 ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല. ഇത് 2.00 mm, ഇത് 2.50 mm, ഇത് 1.00 mm. അങ്ങനെ ആ നെയ്ബറിൻ്റെ കയ്യിലാണ് കാരണം അവൾക്ക് 3 ഹുക്സ് ഉണ്ട് 3 pointsൻ്റെ. അപ്പോൾ അവൾ എനിക്ക് 1 തന്നു. ഇതാണ് ബെസ്റ്റ് ഹുക്ക് ഗൈസ്. ഇത് മറ്റേ സിലിക്കോൺ സംഭവമായതുകൊണ്ട് പിടിക്കാൻ നല്ല സുഖം. ഇതിങ്ങനെ പിടിക്കുമ്പോൾ കൈ വേദനിക്കും, നല്ല വേദനിക്കും. അപ്പം ഇത് 3 point, ഇത് കവർമേൽ 3.25 mm ആണ് കാണിക്കുന്നത്. ശരിക്കും ഇത് 3.00 mm ആട്ടോ. പിന്നെ സിസേഴ്സും ഇത്രയും സിസേഴ്സും ഞാൻ ക്യാരി ഓവർ ചെയ്യും. പിന്നെ കാര്യമെന്ന് വെച്ചാൽ സേഫ്റ്റി പിൻ എന്തിനാന്ന് വിചാരിക്കും. ഇതെനിക്ക്
ലൈക്ക് എന്തേതെന്ന് പറയാം, സ്റ്റിച്ച് മാർക്ക് ഇടാനായിട്ടുള്ള. അതിന് എനിക്ക് സ്റ്റിച്ച് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സേഫ്റ്റി പിൻ യൂസ് ചെയ്തു. പിന്നെ ഒരു മറ്റേ തുന്നുന്ന സംഭവമില്ലേ, അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കാണുന്നില്ല. അപ്പം ഇത്രയും സാധനങ്ങൾ ഞാൻ ക്രോഷ ചെയ്യുമ്പോൾ കൊണ്ടുപോകും. അപ്പം ഇനി എനിക്ക് ക്രോഷ ചെയ്യണം, ഞാനൊരു ഹാർട്ട് ക്രോഷ ചെയ്യാനും തീരുമാനിക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പോയി ഡ്രസ്സൊക്കെ ഇങ്ങനെ ക്രോഷ ചെയ്യും. എനിക്ക് ആ കുട്ടി ഡ്രസ്സൊക്കെ ക്രോഷ ചെയ്തായിരുന്നു, ബിക്കിനി ഡ്രസ്സ് അടിപൊളി. അതെനിക്ക് ഇടണമെന്ന് എനിക്ക് പറ്റില്ല, എനിക്കിടാൻ പറ്റില്ല. യൂട്യൂബിൽ അടിപൊളി വിറ്റാണ് ബിക്കിനി ഡ്രസ്സ്. ഇവിടേക്ക് കാണുന്നൊരു ഡ്രസ്സാണ് ക്രോഷ ചെയ്തിട്ട് എനിക്ക് തന്നായിരുന്നു. അത്രയ്ക്കാണ് ഈ ക്രോഷ ചെയ്യുന്ന സംഭവങ്ങൾ ഞാൻ കൊണ്ടുപോകാറ്. അടിപൊളി അല്ലേ? ഇതൊക്കെ എനിക്ക് പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും സജസ്റ്റ് ചെയ്യും അക്രലിക് യാൺസ്. ഒരിക്കലും കോട്ടൺ യാൺസ് ഉപയോഗിക്കും. ബിക്കോസ് ഈ കോട്ടൺ യാൺസ് ഓരോ ഇങ്ങനെ സ്ട്രാങ് ഉപയോഗിച്ച് ഇങ്ങനെ പിരിച്ചിട്ടല്ല അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ക്രോഷ ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ യാണിങ്ങനെ പുറത്ത് വരും. അപ്പോൾ ഭയങ്കര ഹാർഡാണ്. പിന്നെ അത് കട്ട് ചെയ്ത് വീണ്ടും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. പിന്നെ ഹുക്ക് ഞാൻ ഇങ്ങനത്തെ ഹുക്ക് സജസ്റ്റ് ചെയ്യില്ല. ഇങ്ങനത്തെ സിലിക്കോണുള്ള ഹുക്ക് മാത്രമേ മേടിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് നല്ലപോലെ ക്രോഷ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഹുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ആദ്യം തന്നെ ചെറിയ കുഞ്ഞ വർക്ക്സിലൊക്കെ പോവുക. അല്ലാതെ എൻ്റെ പോലെ ഞാൻ ആദ്യം തന്നെ മാജിക് റിങ് ഓവറാക്കി ചെയ്തതുകൊണ്ട് ഒരു ദിവസം എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്ത്. പിന്നെ എപ്പോഴും ഇതെല്ലാതും ക്യാരി ചെയ്യാനൊരു പൗച്ച് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഇതെൻ്റെ സ്കൂൾ പൗച്ചാണ്, പക്ഷെ അത് കേടാണ്. അപ്പം ഇതിൻ്റെ ഉള്ളൊന്നും എനിക്ക് ഇതാണ് ഞാൻ പറഞ്ഞ പകുതി വെച്ച് പോയ വേറെ ഒന്നും. ഇതുണ്ടോ, ഇതിൻ്റെ സ്കൂൾ പൗച്ച് മൊത്തം ഡേർട്ടിയാണ്. അത് ക്രോഷ്യ പൗച്ചാക്കി. പിന്നെ എന്തൊരു കവറുണ്ട്. ഈ സഞ്ചി ഞാൻ എല്ലാതും വെക്കാൻ ഉപയോഗിക്കുന്ന സഞ്ചി. അപ്പം എന്തായാലും ഗൈസ് ബൈ. പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരും. അതുവരെയും ബൈ.